മക്കളെ വെൽക്കം ടു ഫ്രാങ്ക് ലെക്ചേഴ്സ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് S1 ബേസിക് മെക്കാനിക്കൽ ആൻഡ് സിവിലിന്റെ സെക്കൻഡ് മോഡ്യൂളാണ്. സെക്കൻഡ് മോഡ്യൂളും ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സബ്ജക്ട്സിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സ്പ്ലെയിൻ വിത്ത് എ നീറ്റ് സ്കെച്ച് വർക്കിംഗ് ഓഫ് പെൽട്ടൺ ടർബൈൻ. അപ്പൊ നമ്മൾ പെൽട്ടൺ ടർബൈനെ പറ്റി നേരത്തെയും പറഞ്ഞായിരുന്നു. പെൽട്ടൺ ടർബൈനെ പറ്റി പറയുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നതാണ് ദാറ്റ് ഈസ് എന്താ പെൽട്ടൺ ടർബൈൻ എന്ന് പറഞ്ഞ ഒരു ഹൈ ഹെഡ് ടർബൈൻ ആണ്. എന്താണ്? ഒരു ഹൈ ഹെഡ് ടർബൈൻ ആണ്. ടർബൈനാണ്, അത് ഓർത്ത് വയ്ക്കുക. അതുപോലെ ലോ ഡിസ്ചാർജും ആണ്. അതുപോലെ ലോ സ്പെസിഫിക് സ്പീഡ് ഉള്ള ഒരു ടർബൈനാണ്. ലോ സ്പെസിഫിക് സ്പീഡ് ഉള്ള ഒരു ടർബൈനാണെന്ന് പറയുന്ന പെൽട്ടൺ വീൽ എന്ന് പറയുന്നത്. ഹൈ ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഇടുക്കിയിലൊക്കെ യൂസ് ചെയ്യുന്ന ടർബൈൻ എന്ന് പറയുന്നത് പെൽട്ടൺ വീലാണ്. അതപ്പോൾ നമുക്കറിയാം അത്രയും ഹൈ ഡിസ്ചാർജ് അല്ല, ഹൈ ഹെഡ് ഉള്ള ഒരു ടർബൈൻ ആണ്, വർക്കിംഗ് ഹെഡ് ഉള്ള ഒരു ടർബൈൻ ആണ് പെൽട്ടൺ ടർബൈൻ എന്ന് പറഞ്ഞാൽ. ലോ ഡിസ്ചാർജും അതേപോലെ എന്താ ലോ സ്പെസിഫിക് സ്പീഡാണ്. അപ്പൊ ഇവിടെ ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുമ്പോൾ വാട്ടറിന് എന്ത് ചെയ്യുന്ന ഒരു ഹൈ ഹെഡിൽ നിന്ന് ഫ്ലോ ചെയ്ത് വരുന്നു. അപ്പൊ വാട്ടറിന് ഇതൊരു ഇമ്പൾസ് ടർബൈൻ ആണ്. അത് ഓർത്ത് വയ്ക്കുക, ഇതൊരു ഇമ്പൾസ് ടർബൈൻ ആണ്. അപ്പൊ വാട്ടറിന്റെ ഈ ടർബൈന്റെ ഇൻലെറ്റിലുള്ളത് എന്ത് കൈനറ്റിക് എനർജിയാണ്. അപ്പൊ ഈ പെൻസ്റ്റോക്ക് വഴി വാട്ടർ എന്ത് ചെയ്യുന്നു ഹൈ വെലോസിറ്റിയിൽ ഹൈ കൈനറ്റിക് എനർജിയിൽ വരുന്നു. ഈ പെൻസ്റ്റോക്കിന്റെ എൻഡിലായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, പെൻസ്റ്റോക്കിന്റെ എൻഡിലായിട്ട് ഒരു നോസിലുണ്ട്. ഈ നോസിൽ വീണ്ടും എന്താണ്, നോസിൽ ഒരു സ്പിയർ വെച്ചാണ് കൺട്രോൾ ചെയ്യുന്നത്. സ്പിയർ എന്തിനാണ്? ഡിസ്ചാർജ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് സ്പിയർ യൂസ് ചെയ്യുന്നത്. അപ്പൊ സ്പിയർ ഓപ്പൺ ചെയ്യുന്ന തോറും കൂടുതൽ വാട്ടർ മാസ് ഫ്ലോ റേറ്റ് എന്ത് ചെയ്യും, ഈ പറഞ്ഞ ടർബൈനിലേക്ക് പോകും. അപ്പം ഈ നോസിൽ യൂസ് ചെയ്യുന്ന വാട്ടറിന്റെ വെലോസിറ്റി വീണ്ടും ഇൻക്രീസ് ചെയ്യാം. വാട്ടർ ഹൈ വെലോസിറ്റിയിൽ വന്ന് പെൽട്ടൺ ടർബൈൻസിൽ ഇരിക്കാൻ വേണ്ടിയാണ് നോസിൽ യൂസ് ചെയ്യുന്നത്. നോസിൽ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു ഹൈ വെലോസിറ്റിയിൽ. അപ്പൊ ടർബൈന്റെ ഇൻലെറ്റിൽ ഇപ്പൊ കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ. അപ്പൊ ഹൈ വെലോസിറ്റിയിൽ എന്ത് ചെയ്യുന്നു, ഈ വന്ന് ഹിറ്റ് ചെയ്യുന്നു ഈ പറയുന്ന ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പൊ ഈ പറയുന്ന ഇവിടെ മനസ്സിലാക്കേണ്ട, ഇവിടെ ഒരു സെമി അല്ലെങ്കിൽ എന്താ ഹെമിസ്ഫിയറിക്കൽ ഷേപ്പുള്ള ബക്കറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്, അല്ലെങ്കിൽ ഡബിൾ എലിപ്സോയിഡൽ എന്നൊക്കെ പറയാം. ഡബിൾ എലിപ്സോയിഡൽ ബക്കറ്റ്സ് ആണ് ഈ ടർബൈൻ ഈ പറഞ്ഞ റണ്ണേഴ്സിന് ചുറ്റും ഉള്ളത്. അപ്പൊ ഈ റണ്ണർ റൊട്ടേറ്റ് ചെയ്യുന്ന വഴി എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നു. ഈ ഷാഫ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ജനറേറ്ററുമായിട്ട് കപ്പിൾ ചെയ്യുന്നു. അപ്പം ഈ പറയുന്ന ഒരു ജനറേറ്ററിന്റെ അകത്ത് കണ്ടക്ടർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ EMF പ്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യാൻ പറ്റും, പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഷാഫ്റ്റ് വർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് പെൽട്ടൺ ടർബൈൻസ് യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടെ ഈ ഒരു കേസിംഗ് ഉണ്ട്. കേസിംഗ് എന്ന് പറഞ്ഞാൽ വാട്ടർ സ്പ്ലാഷ് ചെയ്ത് പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് കേസിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ നമുക്കൊരു ബ്രേക്കിംഗ് ജെറ്റ് കൊടുക്കാം. ഇവിടെ നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വാട്ടർ കൊടുക്കാം. എന്ന് വെച്ചാൽ ബ്രേക്കിംഗ് ജെറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ സഡൻ ആയിട്ട് നമുക്ക് ഈ ടർബൈനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ, ഇതിന്റെ ഇനേർഷ്യ കൊണ്ട് ഇത് കറങ്ങിക്കൊണ്ടിരിക്കുക അല്ലെ. അപ്പൊ ഇതിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ വാട്ടർ കൊടുത്തു കഴിഞ്ഞാൽ, വാട്ടർ ഫ്ലോ ചെയ്യിപ്പിച്ച് എന്ത് ചെയ്യും, ഇത് സഡൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊന്ന് ഓർത്ത് വയ്ക്കുക. അങ്ങനെ സഡൻ ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ബ്രേക്കിംഗ് ജെറ്റ് കൊടുക്കാം. അപ്പൊ ഈ വെയിൻസ് ഒക്കെ ഡബിൾ എലിപ്സോയിഡൽ ഷേപ്പ് ആണ് എന്താ വെയിൻസിനുള്ളത്, അതൊന്ന് ഓർത്ത് നോക്കുക. അപ്പൊ ഇത്രയാണ് പെൽട്ടൺ ടർബൈനെ പറ്റി എഴുതേണ്ടത്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോയിന്റ്സ് ഇത് ഇമ്പൾസ് ടർബൈൻ ആണ്. കാരണം അതിന്റെ ടർബൈന്റെ ഇൻലെറ്റിൽ കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ. അതുപോലെ ഇതൊരു ഹൈ ഹെഡ് ടർബൈൻ ആണ്, ലോ ഡിസ്ചാർജ് ആണ്, അതുപോലെ എന്താ ലോ സ്പെസിഫിക് സ്പീഡ് ആണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ പാർട്സ്. റണ്ണറിന് ചുറ്റും എന്തുണ്ട്, ബക്കറ്റ് ഉണ്ട്, അതുപോലെ ചുറ്റും ഒരു കേസിംഗ് ഉണ്ട്, ബ്രേക്കിംഗ് ജെറ്റ്. ഞാൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വാട്ടർ കൊടുക്കുന്നതിനാണ് എന്ന് പറയുന്ന ബ്രേക്കിംഗ് ജെറ്റ്, സഡൻലായിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി. ഇനി ഈ പറയുന്ന വാട്ടർ താഴോട്ട് പോകുന്നതിനാണ് എന്താ ടെയിൽ റേസ് എന്ന് പറയുന്നത്. ഈ പറയുന്ന സ്പിയർ ആണ് എമൗണ്ട് ഓഫ് മാസ് ഫ്ലോ റേറ്റ് കൺട്രോൾ ചെയ്യുന്നത്. വാട്ടർ എന്തുമാത്രം ടർബൈനിലേക്ക് പോകുന്നു പറഞ്ഞ് കൺട്രോൾ ചെയ്യുന്ന ഈ സ്പിയർ ആണ്. സ്പിയറിനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് സ്പിയർ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും മൂവ് ചെയ്യും. അപ്പൊ ഹൈ വെലോസിറ്റി ജെറ്റ് ഓഫ് വാട്ടർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ടർബൈനിൽ വന്ന് പെൽട്ടൺ വീലിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നു. വിത്ത് നീറ്റ് സ്കെച്ച് എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഫ്രാൻസിസ് ടർബൈൻ. അപ്പൊ ഫ്രാൻസിസ് ടർബൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചായിരുന്നു, റിയാക്ഷൻ ടർബൈൻ്റെ അത് വരുന്ന ടർബൈൻ ആണ് ഫ്രാൻസിസ് ടർബൈൻ. ഫ്രാൻസിസ് ടർബൈനെ പറ്റി പറയുമ്പോൾ നമ്മൾ 3 കാര്യം ഓർത്തു വയ്ക്കുക. ദാറ്റ് ഈസ് ഫ്രാൻസിസ് ടർബൈൻ മീഡിയം ഡിസ്ചാർജ് ആണ്, മീഡിയം ഹെഡിൽ വർക്ക് ചെയ്യുന്ന ടർബൈൻ ആണ്. മീഡിയം ഹെഡ്, അതുപോലെ മീഡിയം ഡിസ്ചാർജ്, അതുപോലെ മീഡിയം സ്പെസിഫിക് സ്പീഡിൽ വർക്ക് ചെയ്യുന്ന ടർബൈൻ ആണ്. മീഡിയം സ്പെസിഫിക് സ്പീഡ്. സ്പെസിഫിക് സ്പീഡിൽ വർക്ക് ചെയ്യുന്ന ടർബൈൻ ആണ്
ഫ്രാൻസിസ് ടർബൈൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഫിഗർ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ ഈ കാണുന്നതാണ് ഫ്രാൻസിസ് ടർബൈൻ എന്ന് പറയുന്ന ഓർത്തുക. അപ്പൊ ഈ ഒരു ഫിഗർ നിങ്ങൾ വരച്ചാൽ മതി. വാട്ടർ പെൻസ്റ്റോക്ക് പൈപ്പിൽ നിന്ന് വരുന്നു. അപ്പൊ ഇവിടെ ഒരു സ്പൈറൽ കേസിംഗ് ആണുള്ളത്. ഓക്കെ, അതിവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു റണ്ണർ ആണ്. ഇത് ഇവിടെ ഈ കാണുന്നതാണ് ഈ ഒരു സർക്കുലർലി കാണുന്ന ഗൈഡ് വെയിൻസ്. അപ്പൊ നമ്മുടെ റിയാക്ഷൻ ടർബൈനിലെ ഗൈഡ് വെയിൻസ് ആണ് ശരിക്കും നോസിലായിട്ട് ആക്ട് ചെയ്യുന്നത്. വാട്ടറിന്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ഗൈഡ് വെയിൻസ് ആണ്. ഗൈഡ് വെയിൻസ് ഈ പറയുന്ന പോലെ നോസിലായിട്ട് ആക്ട് ചെയ്യും. ഇനി ആ ഗൈഡ് വെയിൻസ് കഴിഞ്ഞിട്ടാണ് ഈ കാണുന്ന റണ്ണറുള്ള. ഈ റണ്ണറിന്റെ നടുക്കായിട്ട് എന്തുണ്ട്? റണ്ണർ ബ്ലേഡ്സ് ഉണ്ട്. അതുപോലെ നടുക്ക് ഷാഫ്റ്റ് ഉണ്ട്. ഷാഫ്റ്റിൽ നിന്നാണ് പിന്നെ ജനറേറ്ററിലോട്ട് പവർ എടുക്കുന്നത്. ഓർത്ത് വയ്ക്കുക. ഇനി ഇവിടെ താഴോട്ട് ഡ്രാഫ്റ്റ് ട്യൂബ് ആണ്. അത് ഓർത്ത് വയ്ക്കുക. താഴോട്ട് ഡ്രാഫ്റ്റ് ട്യൂബ് ആണ്, കാരണം റിയാക്ഷൻ ടർബൈൻ ആണ്. അപ്പൊ അവിടെ ഓർത്ത് വയ്ക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് കേസിംഗ് ഉണ്ട്. ഒലൂഡ് കേസിംഗ് ആണ്, അല്ലെങ്കിൽ ഒലൂഡ് കേസിംഗ് ആണ് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്ന. ഗൈഡ് വെയിൻസ് ഉണ്ട്, അതുപോലെ റണ്ണർ ഉണ്ട്, ഡ്രാഫ്റ്റ് ട്യൂബ് ഉണ്ട്. അപ്പൊ പാർട്സ് എഴുതുക. വാട്ടർ വരുന്നു, ഗൈഡ് വെയിൻസിന്റെ അകത്തോട്ട് വെലോസിറ്റി കൂടി റണ്ണറിലോട്ട് വരുന്നു, താഴോട്ട് എന്ത് ചെയ്യുന്നു? ഡ്രാഫ്റ്റ് ട്യൂബിലോട്ട് പോകുന്നു. ഓർത്ത് വയ്ക്കുക. അപ്പൊ കേസിംഗ് എന്ന് പറയുന്നത് സ്പൈറൽ വെലൂഡ് കേസിംഗ് ആണ്. ക്രോസ് സെക്ഷൻ ഏരിയ എന്ത് ചെയ്യും? ഡിഗ്രീസ് ചെയ്യും. കീപ്പ് ഓൺ എന്തായാലും ഡിഗ്രീസ് ആയിരിക്കും സ്പൈറൽ ഷേപ്പിനൊക്കെയാണ്. ഇനി റിയാക്ഷൻ ടർബൈൻ ആണ്, കാരണം ഇൻലെറ്റിലെ വാട്ടർ ഈ പറയുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒഴുക്കിപ്പെട്ടു പോകുന്ന അവസ്ഥ തന്നെയാണ്. കൈനറ്റിക് എനർജി, പ്രഷർ എനർജി ഉണ്ട്, ഓൾവേസ് ഫുൾ ഓഫ് എന്താ വാട്ടർ. അപ്പൊ കൈനറ്റിക് എനർജിയും അതുപോലെ എന്താ പ്രഷർ എനർജിയും ടർബൈൻ്റെ ഇൻലെറ്റിലുണ്ട്. അതുകൊണ്ടാണ് റിയാക്ഷൻ ടർബൈൻ എന്ന് വെച്ചാൽ കേസിംഗ് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യും? കേസിംഗ് കവർ വിത്ത് ദ റണ്ണർ. ഓക്കെ, അതുപോലെ തന്നെ കേസിംഗ് മെയ്ഡ് ചെയ്യുന്നത് കോൺക്രീറ്റ് അല്ലെങ്കിൽ സ്റ്റീൽ, കാസ്റ്റ് സ്റ്റീല്, പ്ലേറ്റ് സ്റ്റീലിലൊക്കെയാണ് ഈ പറയുന്ന കേസിംഗ് ഉണ്ടാക്കും. അതൊന്നും ഓർത്തില്ല. നമ്മളെ കേസിംഗ് മനസ്സിലായി. കേസിംഗ് കഴിഞ്ഞിട്ടാണ് ഗൈഡ് മെക്കാനിസം. അപ്പൊ ഗൈഡ് മെക്കാനിസം അല്ലെങ്കിൽ ഗൈഡ് വെയിൻസ് എന്ന് പറയുന്ന ഒരു സ്റ്റേഷനറി സർക്കുലർ വീലാണ്. അവിടെ വെയിൻസ് ഉണ്ടാവും, അതിനെയാണ് ഗൈഡ് വെയിൻസ് എന്ന് പറയുന്നത്. ഈ ഗൈഡ് വെയിൻസ് എന്ന് പറയുന്നത് നമുക്ക് ഫിക്സഡ് വെയിൻസും ഉണ്ട്, അതുപോലെ തന്നെ മൂവബിൾ വെയിൻസും ഉണ്ട്. ഈ വെയിൻസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഈ പറയുന്ന വാട്ടറിന്റെ വെലോസിറ്റി എന്ത് ചെയ്യുന്നു? വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓർത്തുക. റണ്ണർ എന്ന് പറഞ്ഞാൽ ഗൈഡ് വെയിൻസ് കഴിഞ്ഞ് സർക്കുലർ വീലിൽ സീരീസ് ഓഫ് റേഡിയൽ കർവ്ഡ് വെയിൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ വെയിൻസ് ഉള്ളത് നേരത്തെ എലിപ്സോയിഡൽ വെയിൻസ് ആണ് നമ്മുടെ പെൽറ്റൻ ടർബൈനിൽ ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന റേഡിയൽ കർവ്ഡ് വെയിൻസ് ആണ്. ആ വെയിൻസ് സ്മൂത്ത് ആണ്, അത് ഓർത്ത് വയ്ക്കുക. അപ്പൊ എനർജി ലോസ്, ഫ്രിക്ഷൻ ലോസസ് കുറവായിരിക്കും. അപ്പൊ റേഡിയൽ കർവ് വെയിൻസിലോട്ട് വാട്ടർ എൻട്രി ചെയ്ത് ലീവ് ചെയ്യുന്ന സമയത്താണ് ഈ പറയുന്ന ടർബൈൻ എന്ത് ചെയ്യുന്ന റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ റണ്ണർ മെയ്ഡ് ചെയ്യുന്നത് കാസ്റ്റ് അയൺ സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് റണ്ണർ ഉണ്ടാക്കുന്നത്. ഇനി ഡ്രാഫ്റ്റ് ട്യൂബ് ഉണ്ട്. ഡ്രാഫ്റ്റ് ട്യൂബ് എന്തിനാന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പ്രഷർ ഡ്രോപ്പ് ഉണ്ടാവും അല്ലെ. പ്രഷർ ഡ്രോപ്പ് കഴിഞ്ഞാൽ പ്രഷർ അറ്റ് ദ എക്സിസ് ഓഫ് ദ റണ്ണർ എന്ന് പറഞ്ഞത് അറ്റ്മോസ്ഫിയർ പ്രഷറിനെക്കാട്ടി കുറവായിരിക്കും. അറ്റ്മോസ്ഫിയർ പ്രഷറിനെക്കാട്ടി കുറവാണ് എക്സിറ്റിലെ പ്രഷർ എങ്കിൽ വാട്ടർ പുറത്തോട്ട് വരത്തില്ല. അപ്പൊ വാട്ടർ പുറത്തോട്ട് വരാൻ വേണ്ടി ഈ പറയുന്ന പോലെ ടെയിൽ റേസിൽ പ്രഷർ ഇൻക്രീസ് ചെയ്യണം. ടെയിൽ റേസ് ഈസ് അറ്റ് ദ അറ്റ്മോസ്ഫിയർ പ്രഷർ. വാട്ടർ കനോട്ട് ബി ഡയറക്റ്റഡ് ടു ദ ടെയിൽ റേസ്. ഡയറക്റ്റ് നോർമൽ കണ്ടീഷനിൽ ടെയിൽ റേസിലോട്ട് കൊണ്ടുവരാൻ പറ്റില്ല, കാരണം ടെയിൽ റേസ് അറ്റ്മോസ്ഫിയർ കണ്ടീഷനാണ്. അപ്പൊ ട്യൂബ് ഓഫ് ഇൻക്രീസിംഗ് ക്രോസ് സെക്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനാണ് ഡ്രാഫ്റ്റ് ട്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻക്രീസിംഗ് ക്രോസ് സെക്ഷനിലുള്ള ഒരു ട്യൂബ്, ഇങ്ങനെ ഒരു ഇൻക്രീസിംഗ് ക്രോസ് സെക്ഷനിലുള്ള ഒരു ട്യൂബ് നമ്മൾ എന്ത് ചെയ്യുന്നു? വയ്ക്കുന്നു. അങ്ങനെ ആ ട്യൂബ് വയ്ക്കുന്ന സമയത്ത് അതെന്ത് ചെയ്യും? ടു മേക്ക് ദ പ്രഷർ ഡിഫറൻസ്, പ്രഷർ ഇൻക്രീസ് ചെയ്യും. ഓക്കെയാണ്. കൈനറ്റിക് എനർജി ഡിക്രീസ് ചെയ്ത് പ്രഷർ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. പ്രഷർ ഡിഫറൻസ് ബൈ യൂട്ടിലൈസിങ് എന്താ? കൈനറ്റിക് എനർജി. അപ്പൊ ഈ ട്യൂബിനെയാണ് എന്ത് പറയുന്നത്? ദാറ്റ് ഈസ് ഡ്രാഫ്റ്റ് ട്യൂബ്. ഓക്കെ, കൈനറ്റിക് എനർജി കുറച്ചുകൊണ്ട് പ്രഷർ ഇൻക്രീസ് ചെയ്ത് എനർജി ഇൻക്രീസ് ചെയ്യും. അതിനെയാണ് ഡ്രാഫ്റ്റ് ട്യൂബ്. നമ്മൾ ഡ്രാഫ്റ്റ് ട്യൂബിൽ കൂടെ നമുക്ക് എന്ത് ചെയ്യും? ടെയിൽ റേസിലോട്ട് വാട്ടർ ഒഴുക്കി വിടാം. ഓക്കെ, അല്ലെങ്കിൽ അടുത്ത ഒരു 14ാമത്തെ ക്വസ്റ്റ്യൻ, അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സോൾഡറിങ് ആൻഡ് ബ്രേസിംഗ്. സോൾഡറിങ്ങും ബ്രേസിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഡിഫറൻസ് എന്താണ്? നമ്മൾ മനസ്സിലാക്കേണ്ട, സോൾഡറിങ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ കമ്പോണൻസ് നേരത്തെ നമ്മൾ വെൽഡിങ്ങിനകത്താണ് വരുന്നെങ്കിലും ഈ പറയുന്ന പോലെ നമ്മുടെ സോൾഡറിങ് നമ്മൾ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിൽ ഇലക്ട്രിക്കൽ ജോയിൻസ് ഒരു ടെമ്പററി ജോയിൻസ് പോലെയാണ് നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റും. പെർമനന്റ് ജോയിൻസിൽ ഒരു ടെമ്പററി ജോയിൻസ് പോലെ ഒരു ജോയിന്റ് ക്രിയേറ്റ് ചെയ്യാൻ, ഇലക്ട്രിക്കൽ കോൺടാക്ട് പോയിന്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് സോൾഡറിങ് ചെയ്യുന്നത്. പ്രോസസ് ഓഫ് ജോയിനിങ് ടു മെറ്റൽ ബൈ മെൽറ്റിംഗ് ആൻഡ് അലോയിങ് എ ഫില്ലർ മെറ്റീരിയൽ ഇൻ ടു ദ ജോയിന്റ്. അപ്പൊ ഈ പറയുന്ന സോൾഡർ എന്ന് പറയുന്ന ഫില്ലർ മെറ്റീരിയലിനെയാണ് നമ്മൾ മെൽറ്റ് ചെയ്യുന്നത് ആ ജോയിന്റിൽ കീപ്പ് ചെയ്യുന്നത്. അവിടെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ബിലോ 450 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഇനി ഇവിടെയും ഫില്ലർ മെറ്റീരിയലിനെ തന്നെയാണ് മെൽറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജോയിന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ബ്രേസിങ്ങിനും. പക്ഷേ ആ ഫില്ലർ മെറ്റീരിയലിന്റെ മെൽറ്റിംഗ് പോയിന്റ് എബോവ് 450 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിനാണ് അതിന്റെ വ്യത്യാസം. ഫില്ലർ മെറ്റീരിയലിന്റെ മെൽറ്റിംഗ് പോയിന്റ് എബോവ് 450 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അത് നമ്മൾ ബ്രേസിംഗ് എന്ന് പറയും. ഫില്ലർ മെറ്റീരിയലിന്റെ മെൽറ്റിംഗ് പോയിന്റ് ബിലോ 450 ഡിഗ്രി സെൽഷ്യസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ പറയും? സോൾഡർ എന്ന് പറയും. ഓക്കെ ആണോ? അങ്ങനെ ബേസ്. അപ്പം ടെമ്പറേച്ചർ റേഞ്ച് ബിലോ 450 ഡിഗ്രി സെൽഷ്യസ്
ബ്രേസിംഗിലാണെങ്കിൽ എബോവ് 450 ഡിഗ്രി സെൽഷ്യസ്. ബേസിക്കലി 600 to 900 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഫില്ലർ മെറ്റീരിയൽ സോഫ്റ്റ് സോൾഡർ ആണ് യൂസ് ചെയ്യുന്നത്. സോഫ്റ്റ് ടിൻ ലെഡ് അലോയി ആണ് സോഫ്റ്റ് സോൾഡർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഫില്ലർ മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ബ്രാസ്, കോപ്പർ, സിൽവർ, അലുമിനിയം ബേസ്ഡ് അലോയ്സ് ആണ് യൂസ് ചെയ്യുന്നത്. വീക്കർ ജോയിൻസ് ആണ്. സോൾഡറിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു വീക്കർ ജോയിൻസ് ആണ് ലൈറ്റ് ഡ്യൂട്ടി ആപ്ലിക്കേഷന്. ഇനി ഈ പറഞ്ഞ ഹയർ ആപ്ലിക്കേഷൻ, ഹെവി ഡ്യൂട്ടി ആപ്ലിക്കേഷന് വേണ്ടി സ്ട്രോങ് ജോയിൻസ് ആണ് ആര് ക്രിയേറ്റ് ചെയ്യുന്ന ബ്രേസിംഗ് ചെയ്യുന്നത് സ്ട്രോങ് ജോയിൻസ് ആണ്. ഇനി മെറ്റീരിയൽ ഫില്ല് ചെയ്യുന്നത് രണ്ടിലും കാപ്പിലറി ആക്ഷൻ വഴിയാണ്. കാപ്പിലറി റൈസ് ഓർ ഫാൾ ഓഫ് ലിക്വിഡ്, അതിനാണ് കാപ്പിലറി ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കാപ്പിലറി ആക്ഷൻ കാരണം മെറ്റീരിയൽ ഫില്ല് ചെയ്യുന്നത്. ഇനി ബേസ് മെറ്റീരിയൽ ഒരിക്കലും മെൽറ്റ് ചെയ്യത്തില്ല. രണ്ടിലും ബേസ് മെറ്റീരിയൽ മെൽറ്റ് ചെയ്യത്തില്ല. അതാണ് ഓർത്ത്, ബേസ് മെറ്റീരിയൽ രണ്ടിലും മെൽറ്റ് ചെയ്യത്തില്ല. നമ്മളിവിടെ എന്താണ് ഈ ഫില്ലർ മെറ്റീരിയലിനെയാണ് മെൽറ്റ് ചെയ്ത് ഈ ജോയിൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഫില്ലർ മെറ്റീരിയൽ ലെസ് ദാൻ 450 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ സോൾഡറിംഗ് എന്ന് പറയും. ഗ്രേറ്റർ ദാൻ 450 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ബ്രേസിംഗ് എന്ന് പറയും. ഇവിടെ നമ്മൾ ഫ്ലക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഫ്ലക്സ് യൂസ് ചെയ്യുന്ന ബൊറാക്സ് ഫ്ലക്സ് ഒക്കെയാണ് എന്ത് സിംഗിൾ ക്ലോറൈഡ് ബൊറാക്സ് ഫ്ലക്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അത് ഓർത്ത് വയ്ക്കുക. ഇവിടെ നമ്മൾ എന്താ ബൊറാക്സ് ഫ്ലക്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഫ്ലക്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന ബൊറാക്സ് ആണ്. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്ത ഡിഫൈൻ മെഷീനിങ് പ്രോസസ്. അപ്പൊ നമ്മൾ മെഷീനിങ് പ്രോസസ് നമ്മൾ പറഞ്ഞായിരുന്നു. വർക്ക് പീസ് ചെയ്യുന്ന എക്സസ് മെറ്റീരിയൽ ചിപ്പിന്റെ ഫോമിൽ ഒരു മെഷീൻ ടൂൾ വെച്ച് റിമൂവ് ചെയ്യുന്നെങ്കിൽ അതിനെയാണ് മെഷീൻ ടൂൾ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. മെഷീനിങ് ഈസ് എ മാനുഫാക്ചറിംഗ് പ്രോസസ് ഇൻ വിച്ച് ദ കട്ടിംഗ് ടൂൾ റിമൂവ്സ് അൺവാണ്ടഡ് മെറ്റീരിയൽ ഫ്രം ദ വർക്ക് പീസ് ടു ദ ഡിസൈർഡ് ഷേപ്പ്, സൈസ് ആൻഡ് സർഫസ് ഫിനിഷ്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള ഷേപ്പ്, സൈസ്, സർഫസ് ഫിനിഷിന് കിട്ടാൻ വേണ്ടി വർക്ക് പീസ് ചെയ്യുന്ന എക്സസ് മെറ്റീരിയൽ ഒരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളോ മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂളോ ചിപ്പിന്റെ ഫോമിൽ മെറ്റീരിയൽ റിമൂവ് ചെയ്ത് ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നതിന് നമ്മൾ എന്താ പറയുന്നത് മെഷീനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ സബ്ട്രാക്റ്റീവ് മാനുഫാക്ചറിംഗ് പ്രോസസ് ആണ്. മെറ്റീരിയലിൽ നിന്ന് വർക്ക് പീസിൽ നിന്ന് മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നു ചിപ്പിന്റെ ഫോമിൽ. അതുകൊണ്ടാണ് സബ്ട്രാക്റ്റീവ് മാനുഫാക്ചറിംഗ് എന്ന് പറയുന്നത്. ഓർത്തുക. അപ്പൊ കോമൺ മെഷീനിങ് ഓപ്പറേഷൻ, നമ്മളൊരു കോമൺ മെഷീനിങ് ഓപ്പറേഷൻസ് പറയുകയാണെങ്കിൽ അതിനകത്ത് ടേണിംഗ് വരും, മില്ലിംഗ് വരും, ഗ്രൈൻഡിങ്, ഷേപ്പിംഗ്, ഡ്രില്ലിംഗ് എല്ലാം എന്താണ് കോമൺ ആയിട്ട് നമുക്ക് ഏതൊരു മെഷീൻ ടൂൾ ലാബിൽ പോയാലും ഏതൊരു വർക്ക്ഷോപ്പിൽ പോയാലും കാണുന്ന കോമൺ ആയിട്ടുള്ള മെഷീൻ ടൂൾ ഓപ്പറേഷൻ ആണ് ടേണിംഗ്, മില്ലിംഗ്, ഡ്രില്ലിംഗ്, ഷേപ്പിംഗ്, ഗ്രൈൻഡിങ്. ഓക്കെ, ഒന്ന് ഓർത്തുക. അപ്പം മെഷീനിങ് ടിപ്പിക്കലി പെർഫോം ഓൺ ലെയ്ത്ത്, മില്ലിംഗ്, ഡ്രില്ലിംഗ് എല്ലായിടത്തും നമുക്ക് എന്താ മെഷീനിങ് ഓപ്പറേഷൻ ചെയ്യാം. ഓക്കെ, ഒന്ന് ഓർക്കുക. ഇനി അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് മെഷീനിങ് ഓപ്പറേഷൻ. മെഷീനിങ് ഓപ്പറേഷൻ ഇവിടെ ടേണിംഗ് നമ്മൾ നോക്കിയായിരുന്നു, ഡ്രില്ലിംഗ് നോക്കിയായിരുന്നു, മില്ലിംഗും ഗ്രൈൻഡിങ്ങും നമ്മൾ നോക്കാനുണ്ട്. ഓക്കെ, മില്ലിംഗ് നമ്മൾ മില്ലിംഗ് മെഷീൻ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പൊ അതേപോലെ ടേണിംഗ് നമ്മൾ പറഞ്ഞാണ് ഒരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ യൂസ് ചെയ്ത് വർക്ക് പീസിൽ നിന്ന് എക്സസ് മെറ്റീരിയൽ, ഒരു റൊട്ടേറ്റിംഗ് വർക്ക് പീസിൽ നിന്ന് ഒരു എക്സസ് മെറ്റീരിയൽ ചിപ്പിന്റെ ഫോമിൽ റിമൂവ് ചെയ്യുന്നത്. നമ്മൾ സിലിണ്ടറിക്കൽ സർഫസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ പറയുന്ന ഡയമീറ്റർ റെഡ്യൂസ് ആണ് ട്രെയിനിങ് ചെയ്യുന്നത് ഡയമീറ്റർ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ സ്ട്രെയിറ്റ് ടേണിംഗ് ഉണ്ട്, ടേപ്പർ ടേണിംഗ് ഉണ്ട്, ഫേസ് ടേണിംഗ് ഉണ്ട്. ഓർത്ത് ചെയ്യുക. ഇനി ഡ്രില്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ വർക്ക് പീസിൽ സർക്കുലർ ഹോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻ, അതിനെയാണ് ഡ്രില്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഡ്രില്ലിങ്ങിന് നമ്മൾ ഡ്രില്ലിംഗ് മെഷീൻ ടൂൾ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂളായ ഡ്രില്ലിംഗ് ബിറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഡ്രില്ലിംഗ് ബിറ്റ് യൂസ് ചെയ്ത്, ഡ്രില്ലിംഗ് ബിറ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ കട്ടിംഗ് ആണ്, മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ ആണ്. മൾട്ടിപ്പിൾ കട്ടിംഗ് ടൂൾ യൂസ് ചെയ്ത്, റൊട്ടേറ്റിംഗ് കട്ടിംഗ് ടൂൾ യൂസ് ചെയ്ത് ഈ പറയുന്ന എന്താ വർക്ക് പീസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹോൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻ ആണ് ദാറ്റ് ഈസ് ഡ്രില്ലിംഗ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഡ്രില്ലിംഗ് മെഷീൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ പറയുന്ന ഹോൾസിനെ വലുതാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻ ബോറിംഗ് ആണ്. ആ ഹോളിനെ ഫിനിഷ് ചെയ്ത് സൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻ റീമിംഗ് എന്നാണ് പറയുന്നത്. അതൊന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഈ പറയുന്ന ഇതിന്റെ അത് ത്രെഡ് ഒക്കെ അടിക്കാൻ വേണ്ടി ടാപ്പിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻസും നമ്മൾ ചെയ്യാറുണ്ട്. ഇനി മില്ലിംഗ് എന്ന് പറഞ്ഞാൽ അവിടെയും ഒരു റൊട്ടേറ്റിംഗ് കട്ടിംഗ് മൾട്ടിപ്പിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ആണുള്ളത്. അതിനെയാണ് നമ്മൾ മില്ലിംഗ് കട്ടേഴ്സ് എന്ന് പറയുന്നത്. ഒരു റൊട്ടേറ്റിംഗ് മൾട്ടിപ്പിൾ കട്ടിംഗ് എഡ്ജസ് ഉള്ള മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ ഉള്ള മില്ലിംഗ് കട്ടേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന മില്ലിംഗ് മെഷീൻസ് ആണ്. അവിടെ ഫ്ലാറ്റ് സർഫസ്, ഗ്രൂവ്, സ്ലോട്ട്, കോംപ്ലക്സ് ഷേപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ രണ്ട് ടൈപ്പ് ഓഫ് മില്ലിംഗ് ആണുള്ള, അപ്പ് മില്ലിങ്ങും ഡൗൺ മില്ലിങ്ങും. അപ്പൊ കീ വേസ്, ഷാഫ്റ്റിൽ കീ വേസ് ഒക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഡൗൺ മില്ലിംഗ് എന്ന് പറയുമ്പോൾ വർക്ക് പീസും അതുപോലെ ടൂളും ഒരേ ഡയറക്ഷനിലാണ് മെഷീനിങ് ചെയ്യുമ്പോൾ മൂവ് ചെയ്യുന്നെങ്കിൽ അതിനെ ഡൗൺ മില്ലിംഗ് എന്ന് പറയും. വർക്ക് പീസിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ടൂൾ മൂവ് ചെയ്യുന്നെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുക, അപ്പ് മില്ലിംഗ് എന്ന് പറയും. ഓർത്ത് വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻറ്റ്. ഇനി അപ്പ് മില്ലിങ്ങിനെ കൺവെൻഷണൽ മില്ലിംഗ് എന്ന് പറയാം, ഡൗൺ മില്ലിങ്ങിനെ ക്ലൈംബ് മില്ലിംഗ് എന്നും പറയാം. അപ്പൊ ഇത് ഒരു ചോദ്യമായിട്ട് ചോദിക്കുക. അപ്പ് മില്ലിംഗ്, ഡൗൺ മില്ലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഗ്രൈൻഡിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിനിഷിംഗ് പ്രോസസ്. നമ്മൾ എല്ലാ മാനുഫാക്ചറിംഗ് പ്രോസസ്സും അല്ലെങ്കിൽ മെഷീൻ ടൂൾ ഓപ്പറേഷൻസ് ചെയ്തിട്ട് ഫൈനലി നമുക്ക് ഫിനിഷ് കിട്ടാൻ, സർഫസ് ഫിനിഷ് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ് നമ്മൾ ഗ്രൈൻഡിങ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് മൾട്ടിപ്പിൾ കട്ടിംഗ് എഡ്ജസ് ഒരു അബ്രസീവ് വീലുണ്ട്, അതിനെയാണ് ഗ്രൈൻഡിങ് വീൽ എന്ന് പറയുന്നത്. ആ അബ്രസീവ് വീൽ അല്ലെങ്കിൽ ഗ്രൈൻഡിങ് വീൽ യൂസ് ചെയ്ത് വർക്ക് പീസിൽ നിന്ന് ചിപ്പിന്റെ ഫോമിൽ എന്ത് ചെയ്യുന്നു, മെറ്റീരിയൽ റിമൂവൽ വളരെ കുറവാണ്. ഗ്രൈൻഡിങ് ഏറ്റവും കുറവ് മെറ്റീരിയൽ റിമൂവൽ നടക്കുന്ന ഗ്രൈൻഡിങ്ങിനാണ്. വളരെ കുറച്ച് മെറ്റീരിയൽ റിമൂവൽ ചെയ്തുകൊണ്ട് വർക്ക് പീസിന്റെ സർഫസിനെ സ്മൂത്ത് ചെയ്യുന്നു.
അല്ലെങ്കിൽ വർക്ക് പീസിനെ എന്ത് ചെയ്യുന്നു, ഫിനിഷ് ചെയ്യുന്നു. സർഫസ് ഫിനിഷ് ചെയ്യുന്നതിനാണ് ഗ്രൈൻഡിങ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ യൂസ് ചെയ്യുന്ന മെഷീൻ എന്ന് പറഞ്ഞാൽ ഗ്രൈൻഡിങ് മെഷീനാണ്. അവിടെ കിട്ടുന്ന ഹൈ പ്രൊസിഷൻ ആൻഡ് സ്മൂത്ത് സർഫസ് ആണ് കിട്ടുന്നത്. ഓക്കെ ആണോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായിട്ട് പഠിക്കുക. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.